നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് 2ാം വർഷം. എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് ഒരു കവിതയാണ്. കവിതയുടെ പേര് കോഴി. ഇത് എഴുതിയിരിക്കുന്നത് കടമനിട്ട രാമകൃഷ്ണനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി കേട്ടിട്ടുണ്ടാവും അല്ലേ? ചൊൽ കവിതകൾ അദ്ദേഹത്തിന്റെ കവിതകളുടെ ഒരു പ്രത്യേകതയാണ്. ചൊൽ കവിതകൾ എന്ന് വെച്ചാൽ ചൊല്ലാൻ ഈണമുള്ള കവിതകൾ എന്നർത്ഥം. കോഴി അതുപോലെ തന്നെ ഒരു ചൊൽ കവിതയാണ്. നമുക്കത് പല ഈണത്തിലും താളത്തിലുമൊക്കെ ചൊല്ലാവുന്നതാണ്. കോഴി നമുക്ക് സുപരിചിതമായ നാമം. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ വളർത്തുന്ന ഒരു വളർത്തു പക്ഷി. മിക്കവാറും വീടുകളിലൊക്കെ തന്നെ കോഴികൾ ഉണ്ടാകും. പിടക്കോഴിയും പൂവൻ കോഴിയും മറ്റും. നമ്മൾ മുട്ടയ്ക്കും മാംസത്തിനുമൊക്കെ വേണ്ടിയാണ് ഇവയെ വളർത്തുന്നത്. ഇവിടെ കവി കോഴിയിലൂടെ, ഒരു അമ്മ കോഴിയിലൂടെ മനുഷ്യ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കഥ പറയുന്നത് കോഴിയാണ്, പക്ഷേ ആ കോഴിയുടെ ജീവിതം നമ്മുടെ മനുഷ്യന്റെ ജീവിതം തന്നെയാണ്. അതിമനോഹരമായ ഈ കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കവിത ചൊല്ലാം അല്ലേ? തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ, കൊക്കിനുള്ളിലുടക്കിയതെന്റെ കൊത്തി വിഴുങ്ങിയ മുള്ളോ, ഉള്ളിലുണങ്ങാത്ത നോവിൻ്റെ കണ്ണിൽ ഊറിയ നീറും നീരോ, കൊത്തിച്ചിക്കി ചികഞ്ഞിട്ട കൊറ്റിൽ കൊത്തിത്തുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ളക്കോഴി പറഞ്ഞു കൊടുത്തു കൊക്കോ കൊക്കോ. താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം അമ്മതൻ ഗദ്ഗതം കാൺകി, അമ്മതൻ ഗദ്ഗതം കാൺകി. താളം തുള്ളുന്ന കുഞ്ഞിനു തെറ്റി താളം. കുഞ്ഞി തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ. കുഞ്ഞി തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ. എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ, എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്നു നിന്റെ വയറു നിറയ്ക്കാം എന്നു തോന്നുന്ന തോന്നലു വേണ്ട. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്ന് തിരക്കു കൂട്ടുന്നു. അന്നു ഞാനും ഉടപ്പിറന്നോരും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ചു വളർത്തി. എന്നാലും കൊത്തി മാറ്റിയൊരിക്കലതിൽ പിന്നെത്ര രാവിൻ്റെ തൂവൽ കൊഴിഞ്ഞു. ചുണ്ടിൽ ചെമ്മാനച്ചോപ്പു പകർന്നു, കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞു. രക്തമോടും ഞരമ്പു പിടഞ്ഞു, രക്തമെന്തിനോ തേടിത്തിളച്ചു. പൂവും നീട്ടിയ പൂവാലും കാട്ടി കാവിലാമാവിൻ കീഴിലൊരുത്തൻ. പൂഞ്ചിറക് പരത്തിച്ചിറഞ്ഞു, പൂതി തോന്നി അടിപ്പെട്ടു ഞാനും. മിണ്ടാനാവാത്ത ദുഃഖസംതൃപ്തി നീണ്ടു നിന്നത് ഒരു ഞൊടി മാത്രം. പെണ്ണു തോൽക്കുന്നു തോൽക്കയോ അല്ല, കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി.
പെണ്ണു തോൽക്കുന്നു, തോൽക്കയോ അല്ല, കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. വിറക്കുന്നു നോവു കൂട്ടി നുണഞ്ഞ സുഖങ്ങൾ. നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നീയും നിന്റെ കഥകൾ തുടങ്ങും. അന്നു കാണും അനുഭവം നിന്റെ സന്തതികളിൽ കൂടി പകരും. ചുറ്റും കണ്ടോ ചിതൽ പുറ്റു മാത്രം, മുറ്റം മൂടി വളർന്നിരിക്കുന്നു. ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു ഞങ്ങൾ. ചത്തു ചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമീ വിശപ്പാറ്റുന്നു ഞങ്ങൾ. എത്തി നോക്കാതെ മാളത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നില്ല. പൂക്കളല്ലവ പൂടയാണെൻ്റെ മക്കൾ 4 പേർ. കൊക്കോ പോരുകൻ്റെ ചിറകിൻ്റെ കീഴിൽ നീരവം നിഴൽ നിൻ തലമോളിൽ. അക്കരി നിഴൽ കൂർത്ത നഖത്തിൽ കോർത്തുയിരത്ര കുത്തിപ്പറിച്ചു. മോളിലാണവർ മാനത്തെ മേട, വീട്ടിലാണ് കഴുകന്മാർ വാഴ്ച. നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവർത്തിയില്ലല്ലോ. കാവിലക്കിളി പാട്ടുകൾ കേട്ടും പൂവു കണ്ടും പറന്നു ചെല്ലല്ലേ. കാടിനുള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട് കടിച്ചു പറിക്കും. തോട്ടുവക്കിലെ കൈതയ്ക്കകത്ത് തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത് കാറ്റു തിന്നു കഴിയുന്ന വർഗം കാത്തിരിപ്പു കരുതി നടക്ക. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും. കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം, അണയാത്ത കണ്ണ്. നാളെ നിന്നെ കൊത്തി മാറ്റുമ്പോൾ നാളെകൾ നിന്നെ മാടി വിളിക്കും. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എൻ്റെ കർമ്മം ഞാൻ ചെയ്തു കഴിഞ്ഞു. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം, എൻ്റെ കർമ്മം ഞാൻ. കൊക്കോ. കവിത ചൊല്ലിയത് കേട്ടല്ലോ. ഞാൻ എൻ്റെതായ ഒരു ഈണത്തിലും താളത്തിലുമാണ് ഈ കവിത ചൊല്ലിയിരിക്കുന്നത്. ഇതൊരു ചൊൽക്കവിതയാണ്. നല്ല ഈണത്തിലും മറ്റും ആർക്കും ചൊല്ലാൻ കഴിയുന്ന കവിത. നിങ്ങൾ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടുമൊക്കെ ഈ കവിതയുടെ വിവിധ ഈണങ്ങൾ, താളങ്ങൾ ഒക്കെ ഒന്ന് കണ്ടെത്തി ക്ലാസ്സിൽ ഒന്ന് ചൊല്ലി നോക്കൂ, ചൊല്ലാൻ ശ്രമിച്ചു നോക്കൂ. നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് പോകാം. ഇവിടെ ഇതാ നമ്മുടെ തള്ളക്കോഴി. അവൾ പറയുകയാണ്. അവൾക്ക് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. തള്ളക്കോഴി പറഞ്ഞു തുടങ്ങി കൊക്കോ കൊക്കോ. കോഴികളുടെ പൊതുവായ ആ ശബ്ദമാണല്ലോ കൊക്കോ കൊക്കോ എന്നത്. കവിതയുടെ ഭംഗിക്ക് കവി അത് പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇത് പറയാൻ തുടങ്ങിയെങ്കിലും നമ്മുടെ ആ തള്ളക്കോഴിക്ക്, അമ്മക്കോഴിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കൊക്കിനുള്ളിൽ ഉടക്കിയതെന്തേ? അവളുടെ കൊക്കിന്റെ ഉള്ളിൽ, തൊണ്ടയിൽ എന്തോ ഉടക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് അവളുടെ ശബ്ദത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. എന്തായിരിക്കാം കൊക്കിന്റെ ഉള്ളിൽ ഉടക്കിയത്? കൊത്തി വിഴുങ്ങിയ മുള്ളോ? കുറച്ചു മുമ്പ് അവൾ മുള്ള് കൊത്തി വിഴുങ്ങിയിരുന്നു. അത് ഉള്ളിലേക്ക് പോകാതെ തൊണ്ടയിൽ ചിലപ്പോൾ തടഞ്ഞിരിക്കുന്നുണ്ടാകും. അതായിരിക്കാം ശബ്ദം വരാത്തതിന് കാരണം. അല്ലെങ്കിൽ
ഒരുപക്ഷേ ഉള്ളിലുണങ്ങാത്ത നോവിന്റെ കണ്ണിൽ ഊറിയ നീറും നീരോ. അവളുടെ ഉള്ളിൽ ഉണങ്ങാത്ത വേദന, നോവ് നിറഞ്ഞു നിൽക്കുകയാണ്. ജീവിതം ഒരുപാട് യാതനകൾ, കഷ്ടപ്പാടുകൾ അനുഭവിച്ച നമ്മുടെ തള്ളക്കോഴി, ആ വേദനകൾ അവളുടെ ഉള്ളിൽ അങ്ങനെ ഉണങ്ങാതെ കിടപ്പുണ്ട്. ആ വേദനയുടെ കണ്ണിൽ നിന്നും ഊറി വന്ന നീറുന്ന നീരാണോ, ഏതാണെന്നറിയില്ല. കൊക്കിൽ വിഴുങ്ങിയ മുള്ളാണോ, വേദനയുടെ നീരാണോ, എന്തോ. അവൾക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. അത് തടസ്സപ്പെട്ട് നിൽക്കുന്നു. അവൾ ആരോടാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്? നമുക്ക് നോക്കാം. കൊത്തിച്ചിക്കി ചികഞ്ഞിട്ട കൊറ്റിൽ കൊത്തിത്തുള്ളി നടക്കുന്ന കുഞ്ഞിന് തള്ളക്കോഴി പറഞ്ഞുകൊടുത്തു കൊക്കോ കൊക്കോ. ആ തള്ളക്കോഴി മറ്റാരോടുമല്ല, സ്വന്തം കുഞ്ഞിനോടാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ആ കുഞ്ഞ് എന്താണ് ചെയ്യുന്നത്? അമ്മക്കോഴി കൊത്തിച്ചിക്കി ചികഞ്ഞിട്ട ആ ഭാഗത്ത് ഉള്ള പുഴുക്കളെയും ജീവികളെയും ഒക്കെ കൊത്തി തിന്നുന്ന, തുള്ളി തുള്ളി നടക്കുന്ന ആ കുഞ്ഞിനോട് അമ്മക്കോഴി പറഞ്ഞു. എന്താ പറഞ്ഞത്? കൊക്കോ. ഇതാ, അമ്മ പറയാൻ തുടങ്ങിയിട്ട് അമ്മയ്ക്ക് വാക്കുകൾ കിട്ടുന്നില്ല, തൊണ്ടയിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ പഠിച്ചല്ലോ. അത് നമ്മുടെ കുഞ്ഞും കാണുകയുണ്ടായി. ആ അമ്മക്കോഴിയുടെ മകൾ, അവൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ പറയുവാനുണ്ട്, പക്ഷെ അമ്മയ്ക്ക് പറയാൻ സാധിക്കുന്നില്ല, വാക്കുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നു. താളം തുള്ളുന്ന കുഞ്ഞിനും തെറ്റി താളം. ആ കുഞ്ഞ്, ആ ചെറിയ കോഴിക്കുഞ്ഞ്, അവൾക്കും അമ്മയുടെ ആ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥ കണ്ടിട്ട് അതൊക്കെ ഒന്ന് താളം തെറ്റി. അവൾ ഒന്നും അറിയാതെ സന്തോഷത്തോടെ അമ്മ ചിക്കി കൊടുത്ത ആ പ്രദേശത്തെ പുഴുക്കളെയൊക്കെ കഴിച്ച് തുള്ളി ചാടി അങ്ങനെ നടക്കുകയായിരുന്നല്ലോ. പക്ഷെ ഇവിടെ അവളുടെ അമ്മ എന്തോ വേദനിക്കുന്നു, അമ്മയ്ക്ക് എന്തോ പറയണം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ അവൾ കണ്ടിട്ട് പതുക്കെ അവളുടെ താളവും ഒന്ന് തെറ്റി. എന്തു കണ്ടിട്ട്? അമ്മയുടെ ഗദ്ഗതം കാണുകെ. ഗദ്ഗതം എന്ന് വെച്ചാൽ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുക. അത് കണ്ടിട്ട് അവൾക്കും ചെറിയ വേദനയുണ്ടായി. എന്തായാലും നമ്മുടെ തള്ളക്കോഴി ഇതാ പറയാൻ തുടങ്ങുകയാണ്. കുഞ്ഞേ, തുള്ളാൻ സമയമില്ലിപ്പോൾ, കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ. കാഞ്ഞ വെയിലത്ത്, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാല് പൊള്ളും, ശക്തിയായി പൊള്ളും. നമുക്ക് അങ്ങനെ നടക്കാൻ സാധിക്കുമോ? ഇല്ല, വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ അമ്മക്കോഴി പറയുകയാണ്, കുഞ്ഞേ, തുള്ളാൻ സമയമില്ല ഇപ്പോൾ, തുള്ളിക്കളിക്കാനൊന്നും സമയമില്ല. കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുമ്പോൾ. കാഞ്ഞ വെയിലത്ത് കാലു പൊള്ളുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ജീവിത ബുദ്ധിമുട്ടുകൾ തന്നെ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തരം ബുദ്ധിമുട്ടുകളാണ്, പലർക്കും പല തരത്തിലുള്ള വൈഷമ്യങ്ങളാണ് അനുഭവിക്കേണ്ടി വരിക. ദാരിദ്ര്യം, പട്ടിണി, മറ്റുള്ളവരുടെ ഭീഷണികൾ, അങ്ങനെ 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 പലതും. ഇവിടെ കാഞ്ഞ വെയിൽ എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ക്ലേശങ്ങളെയാണ്, ബുദ്ധിമുട്ടുകളെയാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ നമുക്ക് തുള്ളിക്കളിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ പറ്റുകയില്ല. അമ്മക്കോഴി പറയുന്നു, എന്നും എൻ്റെ ചിറകിന്റെ കീഴിൽ നിന്ന് നിന്റെ വയറു നിറയ്ക്കാം എന്നു തോന്നുന്ന തോന്നലു വേണ്ട. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അമ്മക്കോഴി ആ കുഞ്ഞുങ്ങളെയെല്ലാം സംരക്ഷിച്ച് അവയെല്ലാം അവയ്ക്ക് വേണ്ട ആഹാരമെല്ലാം ചികഞ്ഞ് അവയ്ക്ക് കൊടുത്ത് അവരെ പോറ്റി വളർത്തുന്ന ചിത്രം നമ്മളിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. കുറെ കാലത്തോളം ആ അമ്മക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കും, സംരക്ഷിക്കും. അവ ഒരുവിധം വളർന്നു കഴിയുമ്പോൾ, സ്വന്തമായിട്ട് അവ തീറ്റ തേടി ജീവിക്കാൻ പ്രായമാകുമ്പോൾ
നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ കോഴി എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിക്കും, തന്നിൽ നിന്നും മാറ്റും. പിന്നീട് അവ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ജീവിക്കാൻ പ്രാപ്തിയാകുമ്പോൾ, സ്വയം കണ്ടെത്തി ജീവിക്കാൻ കഴിവ് നേടുമ്പോൾ സ്വയം ജീവിക്കണം, സ്വന്തമായി ജീവിക്കണം. നാം തന്നെ അധ്വാനിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ടാകും. ഇവിടെ അമ്മ പറയുന്നു, എന്നും എന്റെ ചിറകിന്റെ കീഴിൽ നിന്നു നിന്റെ വയറ് നിറയ്ക്കാമെന്ന തോന്നല് വേണ്ട. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. എന്റെ കൂടെ എന്നും നിന്ന് നീ ജീവിക്കാം, വയറ് നിറയ്ക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. നിന്റെ ജീവിതം നിന്റെ ജീവിതം മറ്റാരുടെയുമല്ല, എന്റെയുമല്ല. അത് നിന്റെ മാത്രമാണ്, നിൻ കാര്യം മാത്രം. അമ്മ കോഴി കുഞ്ഞിനോട് പറയുന്നു. കുഞ്ഞെന്താ ചെയ്യുന്നത്? അമ്മച്ചിക്ക് ചികഞ്ഞിട്ട് കൊടുത്ത ആ ഭാഗത്തുള്ള ജീവികളെയും പുഴുക്കളെയും ഒക്കെ കഴിച്ച് തുള്ളിച്ചാടി അങ്ങനെ നടക്കുകയാണല്ലോ. അങ്ങനെയുള്ള ആ മകളോടാണ് അമ്മ കോഴി പറയുന്നത്, എന്നും എന്റെ ചിറകിന്റെ കീഴിൽ നീ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട. നീ നിന്റെ കാര്യം, നിന്റെ ജീവിതമാണ് നിന്റെ കാര്യം. നേരമായി നിനക്കു ജീവിക്കാൻ നേരമിന്ന് തിരക്കു കൂട്ടുന്നു. ഇനിയും നീ തന്നെയാണ് ജീവിക്കേണ്ടത്. നിനക്ക് ജീവിക്കാനായിട്ട് ഇതാ നേരമായിരിക്കുന്നു. ഇനി നീ ജീവിക്കണം, തന്നെ ജീവിക്കണം, സ്വയം ജീവിക്കണം. കോഴി തന്റെ കുഞ്ഞിനെ തന്നിൽ നിന്നും കൊത്തി അകറ്റി സ്വയം പ്രാപ്തയായിട്ട് സ്വയം പര്യാപ്തതയോടെ ജീവിക്കാൻ വിടുകയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് ആ അമ്മ എങ്ങനെ ജീവിക്കണം, ഏതു തരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നൊക്കെ തന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു നല്ല അമ്മയുടെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വാത്സല്യവും സ്നേഹവും ആ അമ്മയ്ക്ക് ധാരാളമായിട്ടുണ്ട്. അതിലെല്ലാം ഉപരി തന്റെ മകൾ പ്രതിസന്ധികളെ നേരിട്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്നും തരണം ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് എങ്ങനെ ജീവിക്കണം എന്നും ഈ അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു അമ്മയുടെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ആദ്യത്തെ വിദ്യാലയം, ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ വിദ്യാലയം വീടാണ്. ആ വീട്ടിൽ കുഞ്ഞിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ അധ്യാപിക സ്വന്തം മാതാവായിരിക്കും. ആ മാതാവിന്റെ വാക്കുകൾ കുഞ്ഞുങ്ങൾ സശ്രദ്ധം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അനുസരിക്കുന്നു. നല്ലൊരു മാതാവ് വളർത്തുന്ന കുഞ്ഞ് നല്ലൊരു കുഞ്ഞായി വളരും. ഇവിടെ നമ്മുടെ അമ്മക്കോഴി, ആ മാതാവ് തന്റെ കുഞ്ഞിനോട് പറയുകയാണ്. സ്വന്തം കഥയിലേക്കാണ് അമ്മ ആദ്യം കടക്കുന്നത്. അമ്മ പറയുന്നു, അന്ന് ഞാനും ഉടപ്പിറന്നോരും ഒന്നുപോലെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾ. പണ്ട് ഞാനും എൻ്റെ ഉടപ്പിറന്നോരും എൻ്റെ സഹോദരരും ഞങ്ങളെല്ലാവരും ഒരുപോലെ ഒന്നിച്ച് സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ച കുഞ്ഞുങ്ങളായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അമ്മ ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ച് വളർത്തിയെന്നാലും കൊത്തിമാറ്റി ഒരിക്കൽ. അതാണ് സംഭവിച്ചത്. അമ്മയ്ക്ക് ഞങ്ങളോട് വളരെ സ്നേഹമായിരുന്നു. ഞങ്ങളെ നെഞ്ചത്തടുക്കി ഉമ്മ വെച്ചാണ് അമ്മ വളർത്തിയത്. പക്ഷേ ഒരിക്കൽ അമ്മ ഞങ്ങളെ എല്ലാവരെയും അമ്മയിൽ നിന്നും കൊത്തി അകറ്റി. അങ്ങനെ അകറ്റിയതിനു ശേഷം പിന്നെ എത്ര രാവിന്റെ തൂവൽ കൊഴിഞ്ഞു. പിന്നെ എത്രയെത്ര ദിവസങ്ങളാണ് രാവിന്റെ തൂവൽ. ഓരോ ദിവസങ്ങളും കഴിഞ്ഞതിനെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ആ അമ്മക്കോഴി തന്റെ കഥയാണല്ലോ പറഞ്ഞു വരുന്നത്. ആരോടാണ് പറയുന്നത്? സ്വന്തം മകളോട്. അതെ, കൊത്തിയകറ്റിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇതാ നമ്മുടെ അമ്മക്കോഴി, അവൾ സുന്ദരിയാണ്, വളർന്നു വരികയാണ്. ചുണ്ടിൽ ചെമ്മാന ചോപ്പ് പകർന്നു, കണ്ണിൽ കാളുന്ന കാന്തി നിറഞ്ഞു. സൗന്ദര്യം ശൈശവകാലം കഴിഞ്ഞ് ബാല്യകാലം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് മനുഷ്യനെത്തുമ്പോഴാണല്ലോ സൗന്ദര്യം വരാൻ തുടങ്ങുന്നത്. പിന്നീട്
യൗവനത്തിലെത്തുമ്പോൾ ആ സൗന്ദര്യത്തിന്റെ പരിസമാപ്തിയാകുന്നു. അതീവ സുന്ദരനും സുന്ദരികളുമാകുന്ന ഒരു പ്രായമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൗമാര യൗവന കാലഘട്ടം. ഇവിടെ നമ്മുടെ കോഴി, അമ്മ കോഴി, അവളുടെ അമ്മ കൊത്തി അകറ്റി. അവളുടെ ചുണ്ടിൽ ചെമ്മാന ചോപ്പ്, ചുമന്ന ആകാശത്തിന്റെ ചുവപ്പ് കലർന്നു. കണ്ണിലാണെങ്കിലോ കാളുന്ന കാന്തി നിറഞ്ഞു. രക്തമോടും ഞരമ്പു പിടഞ്ഞു, രക്തമെന്തിനോ തേടി തിളച്ചു. അവളാകെ സുന്ദരിയായിരിക്കുന്നു. രക്തമോടുന്ന ഞരമ്പ് പിടയുകയാണ്. അവളുടെ രക്തം എന്തിനോ വേണ്ടി തേടി തിളയ്ക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഒരാൾ വരുന്നു. ആരാണത്? പൂവും നീട്ടിയ പൂവാലും കാട്ടി കാവിലാ മാവിൻ കീഴിലൊരുത്തൻ. കാവിലെ ആ മാവിന്റെ കീഴിൽ അതാ ഒരുത്തൻ ഇരിക്കുന്നു. അവന് പൂവുമുണ്ട്, നീട്ടിയ പൂവാലുമുണ്ട്. ഒരു പൂവൻ കോഴി. അവൻ അവിടെ വന്നിരിക്കുകയാണ് ആ കാവിലുള്ള മാവിന്റെ ചുവട്ടിൽ. സുന്ദരനായ പൂവൻ കോഴി. പൂഞ്ചിറക് പരത്തിച്ചിറഞ്ഞ് പൂതി തോന്നി അടിപ്പെട്ടു ഞാനും. അവന്റെ ആ പുഞ്ചിറകും സൗന്ദര്യവും ഒക്കെ കണ്ട് എനിക്ക് അവനോട് പൂതി തോന്നി, ഇഷ്ടം തോന്നി. അവന് അടിപ്പെട്ടു, അടിമയായി തീർന്നു ഞാൻ. മിണ്ടാനാവാത്ത ദുഃഖ സംതൃപ്തി നീണ്ടു നിന്നതൊരു ഞൊടി മാത്രം. അങ്ങനെ നമ്മുടെ ആ അമ്മക്കോഴി ആ പൂവൻ കോഴിക്ക് അടിമയാകുന്നു. അതൊരു ഞൊടി മാത്രം. ദുഃഖ സംതൃപ്തി നീണ്ടു നിന്നത് ഒരു ഞൊടി മാത്രം. ചിന്തിക്കുകയാണ്, ഇവിടെ പെണ്ണ് തോൽക്കുകയാണോ പുരുഷന്റെ കീഴിൽ? പെണ്ണ് തോൽക്കുന്നു. തോൽക്കുകയാണോ? അല്ല, തോൽക്കുകയല്ല. പിന്നെ അവൾ എന്താണ് നേടിയത്? അവൾ നേടിയത് മറ്റൊന്നുമല്ല, കണ്ണി പൊട്ടാതെ കാക്കുന്ന ശക്തി. ഒരിക്കലും പുരുഷന് അടിമയായി, അവന്റെ കീഴിലായി എന്ന് കരുതി അവൾ തോൽക്കുന്നില്ല. അവൾ ജയിക്കുകയാണ്. അവൾ ജയിച്ചത് അടുത്ത തലമുറ അവൾ സൃഷ്ടിക്കുന്നതിലൂടെയാണ്. അതിന്റെ കണ്ണിയായി അവൾ മാറുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവൾ തോൽക്കുകയല്ല, ജയിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്തിനെന്തിന് ഇവ അയവിറക്കുന്നു, നോവു കൂട്ടി നുണഞ്ഞ സുഖങ്ങൾ. ഞാൻ എന്തിനാണ് എൻ്റെ വേദന നിറഞ്ഞ ഈ സുഖങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ അയവിറക്കുന്നത്, ഓർക്കുന്നത്? അമ്മക്കോഴി കുഞ്ഞിനോട് അവളുടെ കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്തിനാണ് എൻ്റെ വേദന നിറഞ്ഞ ഈ കഥകളൊക്കെ ഇങ്ങനെ ഓർക്കുന്നത്? നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോൾ നീയും നിന്റെ കഥകൾ തുടങ്ങും. എൻ്റെ അമ്മ എന്നെ കൊത്തി അകറ്റിയപ്പോഴാണ് എനിക്ക് പുതിയ പുതിയ കഥകൾ വന്നത്. നാളെ ഞാൻ നിന്നെയും കൊത്തി മാറ്റും, നീ ഒറ്റയ്ക്കാകും. അപ്പോൾ നിനക്കും എന്നെ പോലെ, എനിക്ക് സംഭവിച്ചതുപോലെയുള്ള കഥകൾ ഉണ്ടാകും. അന്ന് കാണും അനുഭവം നിന്റെ സന്തതികളിൽ കൂടി പകരും. അന്ന് നിനക്കുണ്ടാകുന്ന ആ അനുഭവങ്ങൾ നിന്റെ സന്തതികളിലേക്ക് കൂടി പകരും. അപ്പോൾ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഇതെന്ന് അമ്മക്കോഴി പറയുന്നു. അമ്മക്കോഴിയിൽ നിന്നും തന്റെ മകളിലേക്കും, മകളിൽ നിന്നും അവളുടെ മക്കളിലേക്കും പകരുന്ന, വന്നു ചേരുന്ന സംഭവഗതികൾ. അപ്പൊ തീർച്ചയായിട്ടും അമ്മക്കോഴി പറഞ്ഞു വരുന്നത് ഇതാണ്: കൊത്തി അകറ്റിയാൽ ഇന്ന സംഭവങ്ങൾ ഉണ്ടാകും. അതിൽ ദുഃഖിക്കരുത്. നമ്മൾ പുതിയ തലമുറയുടെ സൃഷ്ടികർത്താക്കളാണ്. അതുകൊണ്ട് നമ്മൾ തോൽക്കുകയല്ല, എല്ലായ്പ്പോഴും ജയിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഇതാ, ചുറ്റും കണ്ടോ ചിതൽപുറ്റു മാത്രം. നീ ചുറ്റുപാടും ഒന്ന് നോക്കൂ. അവിടെയെല്ലാം എന്താണ് കാണുന്നത്? ചിതൽപുറ്റുകളാണ് നിറച്ച്. മുറ്റം മൂടി വളർന്നിരിക്കുന്നു. ആ ചിതൽപുറ്റുകൾ മുറ്റം മുഴുവൻ മൂടി വളർന്നിരിക്കുകയാണ്. ചുറ്റും കെട്ടിയ മുൾവേലിക്കെട്ടിൽ ചുറ്റപ്പെട്ടു കഴിയുന്നു നമ്മൾ ബന്ധനസ്ഥരാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ ചുറ്റും കെട്ടിയ ആ മുൾവേലിയുടെ ഉള്ളിൽ,
അകപ്പെട്ട് കഴിയുകയാണ്. അമ്മക്കോഴി പറയുന്ന ഈ വാക്കുകൾ സ്ത്രീകളുടെ അസ്വാതന്ത്ര്യത്തെ ചൂണ്ടിക്കാട്ടുകയാണ്. സ്ത്രീകൾ എപ്പോഴും പുരുഷന്റെ അടിമയാണ്. പുരുഷനാണ് മേൽക്കോയ്മ, മേധാവിത്വം. പണ്ടുകാലം മുതൽ തന്നെ അങ്ങനെയാണല്ലോ. സമൂഹത്തിന്റെ ചരിത്രം, രാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും, സ്ത്രീ താഴെയാണ്, പുരുഷൻ മേധാവിയുമാണ്. നമ്മൾ അങ്ങനെ ആ അസ്വാതന്ത്ര്യത്തിന്റെ വേലിക്കെട്ടിന്റെ ഉള്ളിലാണ് കഴിയുന്നത് എന്ന് അമ്മക്കോഴി പറയുന്നു. ചത്തുചീഞ്ഞ ശവങ്ങളിൽ കൊത്തി കത്തുമീ വിശപ്പാറ്റുന്നു ഞങ്ങൾ. ചത്തുചീഞ്ഞ, ജീവനില്ലാത്ത ചീഞ്ഞ ആ ആഹാര വസ്തുക്കൾ ശവങ്ങളിൽ കൊത്തി കത്തുന്ന വിശപ്പിനെ അകറ്റുന്നു ഞങ്ങൾ. നല്ല ഭക്ഷണമല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്, ചീഞ്ഞ ശവശരീരങ്ങളുടെ ഭാഗങ്ങളാണ്. ഇവിടെയും കവി സൂചിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും വീടുകളിൽ പുരുഷന്റെ ഭക്ഷണം കഴിഞ്ഞിട്ട് അവശേഷിക്കുന്നവയായിരിക്കും ഭക്ഷിക്കാനായിട്ട് ലഭ്യമാകുക. പല വീടുകളിലും പണ്ട് കാലങ്ങളിൽ പുരുഷന്മാരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം അവശേഷിക്കുകയില്ല എന്ന് തന്നെ വരാം. പട്ടിണിയോടെ കിടന്നുറങ്ങുന്ന സ്ത്രീകളായിരിക്കാം ഉണ്ടാവുക. ഈ കാലഘട്ടത്തിൽ അതിന് വലിയ പ്രസക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. പണ്ട് നടന്ന് വഴിയാത്രക്കാർ വാഹനമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നടന്നാണല്ലോ യാത്ര ചെയ്യുക. അന്തിയാകുമ്പോൾ ഏതെങ്കിലും വീടുകളിൽ അവർ ഉറങ്ങാനായി കയറി ചെല്ലും. അങ്ങനെ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ആ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കും. എന്നാൽ വരുന്ന ആളുകൾ ചിലപ്പോൾ എത്ര ആളുകളാണ് എന്നറിയാൻ പറ്റുകയില്ല. ഭക്ഷണം കൂടുതൽ വേണ്ടി വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വീട്ടിലെ കുടുംബിനികൾക്ക് വെച്ച ഭക്ഷണം ആ വന്ന അതിഥികൾക്ക് നൽകും. തൽഫലമായിട്ട് ആ സ്ത്രീകൾ പട്ടിണിയായിരിക്കും. അങ്ങനെ എത്രയെത്ര കഥകളാണ് സ്ത്രീകളുടെ അടിമത്തത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ കഥകൾ. അപ്പൊ ഇവിടെ അമ്മക്കോഴി പറയുന്നു, ചത്തുചീഞ്ഞ ആ മോശം കെട്ട കൊള്ളരുതാത്ത ഭക്ഷണമാണ് ഞങ്ങൾ വിശപ്പകറ്റാനായിട്ട് ആശ്രയിക്കുന്നത്. എത്തി നോക്കാതെ ആ മാളത്തിൽ. അപ്പോൾ അവിടെ അടുത്തൊരു മാളം കണ്ടു. നമ്മുടെ കുഞ്ഞുകോഴി മകൾ ആ മാളത്തിലേക്ക് പതുക്കെ ഒന്ന് എത്തി നോക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടിട്ട് അമ്മ പറയുന്നു, എത്തി നോക്കല്ലേ ആ മാളത്തിൽ, കാരണമുണ്ട്. നിന്റെ മൂത്തോർ അവിടേക്ക് നോക്കിയിട്ട് മടങ്ങി വന്നീല. എത്തി നോക്കാതെ മാളത്തിൽ നിന്റെ മൂത്തോർ മുങ്ങി മടങ്ങി വന്നീല. ഇതിനു മുൻപ് നിന്റെ സഹോദരങ്ങൾ ആ മാളത്തിൽ പതുക്കെ ഒന്ന് എത്തി നോക്കിയതിനാൽ പിന്നീട് അവർ തിരിച്ചു വന്നില്ല. എന്താ പറ്റിയത്? ആ മാളത്തിലുള്ള ജീവി, പാമ്പോ എലിയോ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ കുഞ്ഞു കോഴികളെ കഴിച്ചു, ഭക്ഷണമാക്കി തീർത്തു എന്നർത്ഥം. ആ മാളത്തിന്റെ പുറത്ത് ദാ എന്താ കിടക്കുന്നത്? പൂക്കളാണോ എന്ന് നമുക്ക് തോന്നും. അമ്മ പറയുന്നു, പൂക്കളല്ല. ആ മാളത്തിന്റെ പുറത്ത് കിടക്കുന്നത് പൂക്കളല്ല, പല നിറത്തിലുള്ള പൂക്കളല്ല, അത് പൂടയാണ്. പൂടയാണ് എൻ്റെ മക്കൾ 4 പേർ. എൻ്റെ 4 മക്കൾ, അവരുടെ പൂടയാണ് ആ മാളത്തിന്റെ പുറത്ത് അങ്ങനെ കിടക്കുന്നത്. അത് പൂക്കളല്ല. പോയ 1ഉം 2ഉമല്ല, 4 കോഴിക്കുഞ്ഞുങ്ങളെയാണ് ആ മാളത്തിൽ താമസിക്കുന്ന ജീവി ഭക്ഷണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മോളെ, നീ ആ മാളത്തിലേക്ക് എത്തി നോക്കല്ലേ എന്ന് ആ അമ്മ പറയുന്നു. പൂക്കളല്ല, അവ പൂടയാണ്, എൻ്റെ മക്കൾ 4 പേർ. കൊക്കൊക്കൊക്കൊക്കോ ആ അമ്മ വിലപിക്കുന്നു. വീണ്ടും അമ്മ മകളോട് പറയുന്നു, പോരുകെന്റെ ചിറകിന്റെ കീഴിൽ നീരവം നിഴൽ നിൻ തലമോളിൽ. നിന്റെ തലയുടെ മുകളിൽ ഇതാ ഒരു നിഴൽ കാണുന്നു, ഒരു വലിയ നിഴൽ കാണുന്നു. നീ ഓടി വരൂ, എന്നിട്ട് എന്റെ ചിറകിന്റെ കീഴിൽ, നീരവം നിശബ്ദം, നീ ശബ്ദമുണ്ടാക്കാതെ ഓടി വന്ന് എന്റെ ചിറകിന്റെ കീഴിൽ ഒളിച്ചിരിക്കൂ.
നിന്റെ ശിരസിന്റെ മുകളിൽ ഒരു വലിയ നിഴൽ കാണുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു കോഴിയെ കൊത്തിയെടുക്കാൻ, റാഞ്ചിയെടുക്കാൻ വരുന്ന എന്തെങ്കിലും ഒരു പക്ഷിയായിരിക്കണം, അതിന്റെ നിഴലായിരിക്കണം. ആ കരിനിഴൽ കൂർത്ത നഖത്തിൽ കോർത്ത് ഉയരെത്ര കൊത്തിപ്പറിച്ചു. ആ മുകളിൽ കാണുന്ന ആ കരിനിഴൽ അതിന്റെ കൂർത്ത നഖത്തിൽ കോർത്ത് എത്രയെത്ര ജീവനുകളാണ് കൊണ്ടുപോയത്. നമുക്കറിയാമല്ലോ, മുട്ട വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ, കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അമ്മ കോഴി അതിനെ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്തെല്ലാം തരം ജീവികളാണ് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിയെടുക്കാനും പിടിച്ചു തിന്നാനും ഒക്കെ വരുന്നത്. പക്ഷികളും മൃഗങ്ങളുമെല്ലാം. അമ്മക്കോഴി ചിലപ്പോൾ വളരെ പരിശ്രമിച്ചാലും അതിൽ ചിലതിനെയൊക്കെ ഇവറ്റകൾ കൊത്തിയെടുത്തുകൊണ്ട് പോവുക തന്നെ ചെയ്യും. ആ കൂർത്ത കരിനിഴൽ, നിന്റെ ശിരസിന്റെ മുകളിലുള്ള ആ വലിയ കരിനിഴൽ അതിന്റെ കൂർത്ത നഖത്തിൽ കോർത്ത് എത്രയെത്ര ജീവനുകൾ, ജീവനുകളാണ് കുത്തി പറിച്ചു കൊണ്ടുപോയത്. അവർ മോളിലാണവർ, അവർ താഴെയല്ല, മുകളിലാണ്. മാനത്തെ മേട വീട്ടിലാണ് ആ കഴുകന്മാർ വാഴ്ച. അവർ ഇവിടെയൊന്നുമല്ല, മുകളില് വലിയ മേട കൊട്ടാരത്തിലാണ് ആ കഴുകന്മാർ. ഇവിടെ കഴുകൻ എന്ന പ്രയോഗം കഴുകൻ എന്ന പക്ഷിയെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ദുഷ്ടന്മാരായ മനുഷ്യരെ കൂടിയാണ്. പാവപ്പെട്ട ആളുകളെയും സ്ത്രീകളെയും, സാധാരണക്കാരെയും സ്ത്രീകളെയും ഒക്കെ ചൂഷണം ചെയ്യുന്ന വർഗം, മേലാളന്മാർ, അവരെയെല്ലാമാണ് ഇവിടെ കഴുകൻ എന്നുദ്ദേശിക്കുന്നത്. അവർ വലിയ സമ്പന്നരാണ്, വലിയ മണിമാളികയിലാണ് താമസിക്കുന്നത്, അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, പ്രത്യേകിച്ച് സാധാരണക്കാരെയും സ്ത്രീകളെയും. കവി അമ്മ കോഴിയുടെ വാക്കുകളിലൂടെ ഇങ്ങനെയുള്ള ചൂഷക വർഗത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അവർ മുകളിലാണ്, മാനത്തെ മേട വീട്ടിലാണ് ആ കഴുകന്മാർ വാഴുന്നത്. അവർക്കെല്ലാം ഉണ്ട്. നീളമറ്റ ചിറകുമായി നമ്മൾ നേരിടാനോ നിവർത്തിയില്ലല്ലോ. അമ്മ കോഴിക്ക് എഴുന്നത് നോക്കൂ, നമ്മുടെ ചിറകിന് നീളമില്ല, ശരിയല്ലേ? കോഴി ഒരു പക്ഷിയാണെങ്കിലും അതിന് ഉയർന്നു പറക്കാൻ സാധിക്കുകയില്ല, അധിക ദൂരത്തിലേക്കും പറക്കാൻ സാധിക്കുകയില്ല. കാരണം അതിന്റെ ചിറകിന് നീളമില്ല. മറ്റു പക്ഷികൾക്ക് ആപത്ത് വരുമ്പോൾ പറന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ കോഴികൾക്ക് അതിന് നിവർത്തിയില്ല. നീളമില്ലാത്ത ചിറകുമായിട്ട് നമ്മൾ ഇവരെയെല്ലാം എങ്ങനെ നേരിടും? ഒരു നിവർത്തിയുമില്ല. തീർച്ചയായിട്ടും നമുക്ക് അപകടം തന്നെ സംഭവിക്കും. കാരണം നമ്മുടെ ശത്രുക്കൾ അത്രമാത്രം പ്രബലരാണ്, ശക്തരാണ്. അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മകളെ ശ്രദ്ധിക്കൂ. കാവിലെ ആ കിളിപ്പാട്ടുകൾ കേട്ടും പൂവ് കണ്ടും നീ പറന്നു ചെല്ലല്ലേ. അപ്പുറത്ത് കാവുണ്ട്, ആ കാവില് നല്ല പാട്ടുകൾ കേൾക്കാം, കിളികളുടെ പാട്ടുകൾ കേൾക്കാം. നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സൗന്ദര്യമെല്ലാം കണ്ടിട്ട് നീ അങ്ങോട്ട് പറന്നു ചെല്ലല്ലേ, അങ്ങോട്ട് പോകരുത്. നമ്മുടെ കണ്ണിനെ ആകർഷിക്കുന്ന പലതും നമ്മുടെ കൺമുമ്പിൽ വരാം. അത് കണ്ടിട്ട് എന്തു ഭംഗിയാണ്, ഞാനത് പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലരുത്. അവിടെ ആപത്ത് പതിയിരിക്കും. നമ്മെ പുറംമോടികളിൽ ആകൃഷ്ടരാക്കി അങ്ങോട്ട് വലിച്ചടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പലരും ചെയ്യും. അതിൽ നമ്മൾ വീണു പോകരുത്. ശ്രദ്ധയോടെ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഇവിടെ കാവിലെ കിളിപ്പാട്ടുകൾ കേട്ടും അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂവിന്റെ ഭംഗി കണ്ടും നീ അങ്ങോട്ട് ചെല്ലരുത്. അങ്ങനെ ചെന്നാൽ അവിടെ എന്താ ഉള്ളത്? ആ കാടിന്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കും കാടനുണ്ട്. ഒളിച്ചിരിക്കുകയാണ് ആ കാവിലെ കാടിന്റെ ഉള്ളിൽ കാടൻ. അങ്ങോട്ട് ചെന്നാൽ അവൻ നിന്നെ കടിച്ചു പറിക്കും. ശരിയല്ലേ? ഒരു ആകർഷകത്വം കണ്ട്
നമ്മൾ ചുറ്റും ചിന്തിക്കാതെ അങ്ങോട്ട് എടുത്തു ചാടിയാൽ അവിടെ ഒളിച്ചിരിക്കുന്ന ആ ശത്രു നമ്മെ കടിച്ചു കീറും, ഇല്ലായ്മ ചെയ്യും. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ, ചൂഷണങ്ങൾ, സ്ത്രീകൾക്കു നേരെ നടക്കുന്ന അക്രമങ്ങൾ, ഇതൊക്കെ ഈ വരികളിൽ കവി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അമ്മ വീണ്ടും പറയുന്നു, തോട്ടുവക്കിലെ കൈതയ്ക്കകത്ത്, തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത്, കാറ്റു തിന്നു കഴിയുന്ന വർഗം, കാത്തിരിപ്പൂ കരുതി നടക്ക. കഴിഞ്ഞില്ല. കാവിലെ അപകടം മാത്രമല്ല, അതാ തോട്ടുവക്കിലെ കൈതയ്ക്ക് അകത്ത്, തോട്ടുവക്കിൽ കൈത ഇങ്ങനെ പടർന്നു നിൽക്കുന്നുണ്ട്, അതിന്റെ അകത്ത്, തെറ്റിപ്പൂത്ത പടർപ്പിനകത്ത്, തെറ്റി ചെത്തി അതിങ്ങനെ കൂട്ടമായി പൂത്ത് നിൽക്കുന്ന ആ പടർപ്പിന്റെ അകത്തൊക്കെ ആരുണ്ട്? കാറ്റ് തിന്ന് കഴിയുന്ന വർഗമുണ്ട്. അതാരാ കാറ്റു തിന്ന് കഴിയുന്ന വർഗം? പറയാമോ? കാറ്റു തിന്ന് കഴിയുന്ന വർഗം മറ്റാരുമല്ല, പാമ്പ്. പാമ്പിനെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് തോട്ടുവക്കിലെ കൈതയുടെ ഉള്ളിലുണ്ട്, തെറ്റിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന പടർപ്പിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് ആ പാമ്പുകളെ അവിടെ നിറച്ചുണ്ട്. അതുകൊണ്ട് നീ കരുതി നടക്കണം, സൂക്ഷിച്ച് നടക്കണം. പാമ്പിന്റെ വായിലകപ്പെട്ടാൽ പിന്നെ ഒരു രക്ഷയുമില്ല, അത് വിഴുങ്ങിക്കളയും. അതുകൊണ്ട് അവിടെയെല്ലാം നീ സൂക്ഷിച്ച് നടക്കണം. ഒരു അമ്മയുടെ കരുതലൊന്ന് നോക്കൂ. തൻ്റെ മകൾക്ക് ആപത്തുകൾ ഒന്നും ഉണ്ടാകരുത് എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു അമ്മ. അതാണ് നമ്മളിവിടെ തള്ളക്കോഴിയിൽ കാണുന്നത്. താൻ തൻ്റെ കുഞ്ഞിനെ അടുത്ത് തന്നെ കൊത്തിപ്പിരിക്കും. ആ കൊത്തിപ്പിരിക്കുന്നതിന് മുൻപ് അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവളുടെ ജീവിതത്തിന് നല്ലത് വരാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, കരുതലുകൾ ആ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. നല്ലൊരമ്മയുടെ കടമയാണ് നമ്മളിവിടെ കാണുന്നത്. ഏതൊരമ്മയും സ്വന്തം മക്കൾക്ക്, ആൺമക്കളായാലും പെൺമക്കളായാലും, അവർക്ക് വേണ്ടുന്ന കരുതൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ നൽകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇവിടെ നമ്മുടെ അമ്മക്കോഴിയാകുന്ന അമ്മ പറയുന്നത് നോക്കൂ, നീ ശ്രദ്ധിക്കണം. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞില്ല. അമ്മ പറയുന്നു നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം. കണ്ണ് വേണം ഇരുപുറം എപ്പോഴും. നമ്മുടെ കണ്ണ് നേരെയാണ്, നമ്മുടെ കണ്ണുകൾ ഇരിക്കുന്നത്. പക്ഷേ നേരെ മാത്രമല്ല, അത് രണ്ടു വശത്തേക്കും വേണം. ആ കണ്ണുകളുടെ നോട്ടം രണ്ടു വശത്തേക്കും വേണം. രണ്ടു വശത്തേക്കും മാത്രം മതിയോ? പോരാ. കണ്ണ് വേണം മുകളിലും താഴെയും. രണ്ടു വശങ്ങളിലും മാത്രമല്ല, മുകളിലേക്കും ശ്രദ്ധ വേണം, താഴേക്കും ശ്രദ്ധ വേണം. എന്ന് വെച്ചാൽ 4 വശവും വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഏതൊരു വശത്തുനിന്ന് വരുന്ന ആ ഒരു ആപത്തും നമുക്ക് കാണാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. ബദ്ധശ്രദ്ധ എല്ലാ വശങ്ങളിലേക്കും. നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്ക് ശ്രദ്ധ എന്ന് പറയണത് തന്നെ ഇല്ല എന്ന് പറയാം അല്ലേ? നേരെ പോകുമ്പോൾ ഒരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴി വീഴും, അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി മറിഞ്ഞ് അവിടെ വീഴും. ശ്രദ്ധിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അമ്മക്കോഴി പറയുന്നു, കണ്ണ് വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും. കഴിഞ്ഞില്ല. 4 വശവും താഴെയൊക്കെ നോക്കിയാൽ മാത്രം പോരാ. കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം, അണയാത്ത കണ്ണ്. അപ്പൊ നമ്മുടെ കണ്ണുകൾ കൊണ്ട് 2 വശവും മുകളിലും താഴെയും ഒക്കെ നോക്കി ജീവിച്ചാൽ മാത്രം പോരാ. നമുക്കൊരു കത്തിജ്വലിക്കുന്ന ഉൾക്കണ്ണ് വേണം. നമ്മുടെ മനസ്സ്, നമ്മുടെ ഉള്ളിലൊരു കണ്ണ്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് കാണാൻ പോകുന്നത്, എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്, അത് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മളൊന്ന് ചിന്തിക്കണം. ആ ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ ആദ്യം കാണണം. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. അത് ശരിയാണോ തെറ്റാണോ, ഗുണമാണോ ദോഷമാണോ, നല്ലതാണോ ചീത്തയാണോ എന്നിങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട്, ഉൾക്കണ്ണുകൊണ്ട്
നമ്മുടെ കത്തിജ്വലിക്കുന്ന ആ ഉൾക്കണ്ണുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം. ആ കണ്ണ് അണയാത്ത കണ്ണ്, ഒരിക്കലും അതിലെ തീയ് അണയുന്നില്ല, അതങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അമ്മയുടെ ഉപദേശമാണ് തന്റെ കുഞ്ഞു മകൾക്ക്. എന്നിട്ട് നീ നാളെ നിന്നെ കൊത്തിമാറ്റുമ്പോൾ നാളെകൾ നിന്നെ മാടി വിളിക്കും. നാളെ ഞാൻ നിന്നെ കൊത്തിമാറ്റി കഴിയുമ്പോൾ നീ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു. നിന്നെ നാളെകൾ മാടി വിളിക്കും. നമ്മുടെ അമ്മക്കോഴിയുടെ അനുഭവം നമ്മൾ പഠിച്ചല്ലോ, അതുപോലെയുള്ള അനുഭവങ്ങൾ നാളുകൾ നിന്നെ മാടി വിളിക്കും. അത് ഉറപ്പാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ ജീവിതമാണ്, അത് നിന്റെ കാര്യമാണ്. നിന്റെ ജീവിതം എങ്ങനെ വേണം എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. അത് വളരെ ശ്രദ്ധയോടെ, ആപത്തുകളിൽ അകപ്പെടാതെ നീ നോക്കിയാൽ നിനക്കു നല്ലത്. നിന്റെ ജീവിതം നിൻ കാര്യം മാത്രം. എന്റെ കർമ്മം ഞാനിതാ ചെയ്തു കഴിഞ്ഞു. എന്റെ കർമ്മം ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. ഇനി ബാക്കിയെല്ലാം നിന്റെ കാര്യമാണ്. കൊക്കോ എന്ന് അമ്മക്കോഴി വീണ്ടും ശബ്ദമുണ്ടാക്കി കവിത അവസാനിപ്പിക്കുന്നു. വളരെ മനോഹരമായ ഒരു കവിത. അതിലെ ആശയങ്ങൾ അതിലും അതിമനോഹരം. നമ്മൾ മനസ്സിലാക്കേണ്ട, അമ്മക്കോഴി പറയുന്ന ഓരോ വാക്കും നമ്മൾ മനുഷ്യർക്ക് വേണ്ടതാണ്. മനുഷ്യരെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കവി അത് എഴുതിയിരിക്കുന്നതും. വളരെ അർത്ഥവത്തായ, വളരെ ആശയം നിറഞ്ഞ, വളരെ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ കവിതയുടെ ആശയം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിലെ ചോദ്യ ഉത്തരങ്ങളുമായിട്ട് വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.